അരുൺ ശങ്കറും TS ഹരികൃഷ്ണയും കൂടി തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഈ ചില അക്കങ്ങൾ ഇത്ര ആൾക്കാർ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് മൂന്ന് ഭാഗത്തു നിന്നും ഓരോ അഭിപ്രായമായി വരുന്നത്. ഘടകകക്ഷികളുമായിട്ടൊക്കെ തന്നെയും സംസാരിച്ചു, അങ്ങനെ ചർച്ചകളെല്ലാം പൂർത്തിയായി. അപ്പോൾ ഈ മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ച് ഇനി ഒരു ഒറ്റ പേര് മാത്രം മുന്നിലേക്ക് വന്നാൽ മതി. തീർച്ചയായിട്ടും ആ ഒറ്റപ്പേര് തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. അതായത് സോണിയാഗാന്ധിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ ദേശീയ അധ്യക്ഷൻ, ഈ മൂന്ന് പേർ ചേർന്നായിരിക്കും ആ പേര് തീരുമാനിക്കുക എന്നുള്ളത്. അതിന് നിലവിലുള്ള ഈ MLA-മാരുടെ എണ്ണമാണെങ്കിലും ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായമാണെങ്കിലും മറ്റ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായമാണെങ്കിലും പരിഗണിക്കുമോ എന്നുള്ളതാണ് പ്രധാനം. എന്തായാലും ഈ പകൽ അവസാനിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, KC വേണുഗോപാലിന് ഒരു മേൽക്കൈയുണ്ട്. അത് MLA-മാരുടെ എണ്ണത്തിലുള്ള മേൽക്കൈയാണുള്ളത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ പിന്തുണയും KC വേണുഗോപാലിനുണ്ട്. MP-മാരിൽ ഭൂരിപക്ഷം ആളുകളുടെയും പിന്തുണയുണ്ട്. അത്തരത്തിൽ KC വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ 2021 പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചത് MLA-മാരുടെ അതായത് നിയമസഭാ കക്ഷി അംഗങ്ങളുടെ പിന്തുണ നോക്കിയിട്ടല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എണ്ണം മാത്രമല്ല ഹൈക്കമാൻഡ് പരിഗണിക്കുന്നത് എന്നുള്ളത് ആ അനുഭവത്തിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ഈ പകൽ അവസാനിക്കുമ്പോൾ KC വേണുഗോപാലിന് മേൽക്കൈയുണ്ട്. പക്ഷേ അത് മാത്രമായിരിക്കില്ല ഒരു പക്ഷേ അവസാന തീരുമാനത്തിലേക്ക് എത്തുക. ആ ഉദ്യോഗം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. VD സതീശന് വേണ്ടി തെരുവിൽ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. KC വേണുഗോപാലിന് വേണ്ടി ഫ്ലെക്സുകൾ വെക്കുന്നു. രമേശ് ചെന്നിത്തല തൻ്റെ ഈ സീനിയോറിറ്റി പലതരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമായി മുന്നോട്ട് പോകുന്നു. എന്തായാലും നിലവിൽ ആരാകും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും വന്നിട്ടില്ല. ആ വ്യക്തത വരാൻ ഇനിയും 1-2 ദിവസങ്ങൾ കൂടി കാത്തിരിക്കണം. നിരീക്ഷകർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് പേർ, പ്രധാനമായും ദേശീയ അധ്യക്ഷനും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും, ഈ മൂന്ന് പേർ ചേർന്ന് ഒരു തീരുമാനമെടുക്കും. അതിൽ സോണിയാഗാന്ധിയുടെ തീരുമാനത്തിനായിരിക്കും പ്രാമുഖ്യം ഉണ്ടാകുക. സോണിയാഗാന്ധിയുടെ നിലപാട് അനുകൂലമാണ്. അവർ കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരും എന്നുള്ളതാണ്. ഘടകകക്ഷികൾ പറഞ്ഞത് വളരെ പേര് പറയാതെ കുറച്ചുകൂടി വളഞ്ഞ രീതിയിലാണ് അവർ നിരീക്ഷകരുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ജോസഫ് വിഭാഗം പറഞ്ഞത് ജനകീയത അല്ലെങ്കിൽ ജനവികാരം മാനിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഫോർവേഡ് ബ്ലോക്ക്, UDF-ന്റെ ഭാഗമായിട്ടുള്ള ഫോർവേഡ് ബ്ലോക്ക് നേതാക്കൾ പറഞ്ഞത് ജനവികാരം മാനിക്കണം എന്നുള്ളതാണ്. ലീഗും സമാനമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ജനവികാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ അത് ജനവികാരത്തിനെതിരായിട്ടൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ അത് പ്രതിസന്ധി ഉണ്ടാക്കും എന്ന ഒരു സന്ദേശമാണ് ഘടകകക്ഷികൾ നിരീക്ഷകർക്ക് നൽകിയിരിക്കുന്നത്. നിരീക്ഷകർ ആ വികാരമെല്ലാം തന്നെ ദേശീയ നേതൃത്വത്തെ അറിയിക്കും. ശരിയാണ്. അങ്ങനെയാണ് ഘടകകക്ഷികൾ ഓരോരുത്തരും ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ സംസാരിച്ചത് നമ്മൾ കേട്ടതാണ്. TS ഹരികൃഷ്ണ കൂടി തുടരുന്നുണ്ട്. ഹരി, ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ KC വേണുഗോപാലിനൊരു മേൽക്കൈ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ നിമിഷം വരെയുള്ള വന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഈ ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്ക് ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറയുന്നതിനിടയ്ക്ക് ഒരു വശത്ത് VD സതീശന് വേണ്ടിയിട്ട് ഇങ്ങനെ അവരുടെ അണികൾ തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച കൂടി കാണുകയാണ്. അങ്ങനെ സോഷ്യൽ മീഡിയ ഫ്ലെക്സും എല്ലാം കഴിഞ്ഞ് ഈ പരസ്യ പ്രതികരണം ഒക്കെ തന്നെ വിലക്കിയതാണ് ഒരു സമയത്ത്. അത് ശ്രദ്ധേയമാണ്. അത് കഴിഞ്ഞിട്ട് തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അതായത് ഈ ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നിലേക്ക് വരുമ്പോൾ ആ തരത്തിലൊരു സമ്മർദ്ദവും കൂടിയുണ്ട്. ഇതിലെല്ലാം നിന്നുകൊണ്ട് വേണം ഒരു പേരിലേക്ക് എത്തിച്ചേരാൻ. അതെ, ഈ പരസ്യ പ്രതികരണം വിലക്കിയാൽ അത് പ്രാവർത്തികമാകോ ഈ പാർട്ടിയിൽ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്നിപ്പോൾ KPCC ആസ്ഥാനത്ത് നമുക്കറിയാം വലിയ കൂടിക്കാഴ്ചകളായിരുന്നു, അഭിപ്രായങ്ങൾ തേടലായിരുന്നു. പക്ഷേ സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞ MLA-മാർ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വന്നു. ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ ഒരു 3 മണി വരെ, രാവിലെ മുതൽ 3 മണി വരെ KPCC ആസ്ഥാനത്ത് നമ്മൾ കണ്ടത് വലിയ ബഹളമായിരുന്നു, വലിയ തിരക്കായിരുന്നു. പാർട്ടിക്കാരുണ്ടായിരുന്നു, നേതാക്കളുണ്ടായിരുന്നു, അണികളുണ്ടായിരുന്നു, അവരെല്ലാവരും ഇവിടെ വന്നു. പക്ഷേ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. കുറച്ച് മാധ്യമ പ്രവർത്തകരും, അത്യാവശ്യം പുറത്ത് നല്ല മഴയാണ്, അപ്പോൾ കുറച്ച് പേര് ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ആ ബഹളമൊക്കെ മാറി ഒരു സമാധാന അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് KPCC ആസ്ഥാനവും പരിസരവും എന്ന് പറയുന്നത്. അതോടൊപ്പം പറയേണ്ട ഒരു കാര്യം, ഈ KPCC ആസ്ഥാനത്ത് വന്ന അഭിപ്രായ പഠനങ്ങളൊക്കെ നടത്തിപ്പോയവർ ഒരു ഭാഗത്ത് അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് KPCC ഓഫീസിന് പുറത്ത് ഫ്ലെക്സുകൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാലിനെ അനുകൂലിച്ചുള്ള ഫ്ലെക്സുകളൊക്കെ ആ പരിസരത്തൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതും നമ്മൾ കണ്ടതാണ്. ഏറ്റവും അവസാനം വന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാൽ എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റൂ, കാരണം മഴയാണ് പുറത്ത്. ഗേറ്റിനടുത്ത് KC വേണുഗോപാലിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന K സുധാകരൻ്റെ ചിത്രം വെച്ച ഒരു ഫ്ലെക്സാണ് വന്നത്. അത് എന്ന് പറയുന്നത് നമുക്കറിയാം, ഹൈക്കമാൻഡിൽ K സുധാകരൻ അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞതിന് ശേഷം കൊണ്ടുവച്ച ഫ്ലെക്സാണ്. അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങളെല്ലാം ഈ പന്ത് ഇനിയിപ്പോൾ ഹൈക്കമാൻഡിൻ്റെ കോർട്ടിലാണ്. എന്തായിരിക്കും തീരുമാനം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.
ശരിയാണ്. മറുവശത്ത് ഈ രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. എറണാകുളത്തും കണ്ണൂരും ഒക്കെ തന്നെയാണ് വി ഡി സതീശിന് വേണ്ടിയിട്ട് ഓരോരുത്തരും തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച പോലെ നമ്മൾ കണ്ടതാണ്. സെക്രട്ടേറിയറ്റിന് തൊട്ട് മുന്നിലായിട്ട് KC-ക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലെക്സ് ഉയർന്നതും അതിൽ പാലഭിഷേകം നടത്തുന്ന കാഴ്ചയും കണ്ടതാണ്. ഇങ്ങനെയാണ് ഓരോ ഇടങ്ങളിലെയും കാഴ്ച. നമ്മൾ അമൽ തേനമ്പറമ്പിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അമൽ, ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുന്നു, പാലഭിഷേകം നടത്തുന്നു, അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും ഇപ്പോഴും മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ചർച്ചകളൊക്കെ തന്നെ നടന്നത്. വന്ന ഓരോ പ്രതികരണങ്ങളും നോക്കുകയാണെങ്കിൽ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പലതും പറയുന്നില്ലേ. കെ സുധാകരൻ പറഞ്ഞത് ഒന്നല്ല 1000 സതീശന്മാരൊക്കെ ഉണ്ടായിരിക്കും തരത്തിലാണ് പറഞ്ഞത്. വോട്ടെണ്ണൽ തൊട്ട് മുമ്പ് വരെ വി ഡി സതീശനെ പക്ക പിന്തുണച്ച ലീഗ് ഇനി ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുന്നു. ഘടകകക്ഷികൾ ഇങ്ങനെ വളഞ്ഞൊക്കെ സംസാരിക്കുന്നു. എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രതികരണങ്ങളിൽ നിന്നും? പ്രതികരണങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. പലരെയും പിന്തുണച്ചും എതിർത്തുമെല്ലാം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അതിൽ ഇന്ന് വന്ന ഏറ്റവും നിർണായകമായ പ്രതികരണം, ഏറ്റവും കൂടുതൽ ചലനങ്ങൾ ഉണ്ടാക്കിയ പ്രതികരണം എന്ന് പറയുന്നത് കെ സുധാകരന്റെ പ്രതികരണം തന്നെയാണ്. കെ സുധാകരൻ പറയുന്നു, കെ സുധാകരൻ കൃത്യമായി തന്നെ KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എത്തണം എന്നുള്ള നിലപാട് പ്രഖ്യാപിക്കുകയാണ്. അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. കെ സുധാകരൻ MP സ്ഥാനം രാജിവെച്ച് മത്സരിക്കാനായി എത്തും എന്നുള്ള ചില സൂചനകളും മറ്റുമൊക്കെ വന്നപ്പോൾ അത് വേണ്ടതില്ല, MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന കടുത്ത നിലപാട് സ്വീകരിച്ചത് വി ഡി സതീശനാണ്. KPCC അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്നത് കെ സുധാകരൻ KPCC അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായിരിക്കുകയായിരുന്നു വി ഡി സതീശൻ. ഇരുവരും തമ്മിൽ അത്ര നല്ല സുഖകരമായ ബന്ധമായിരുന്നില്ല എന്നുള്ളത് നമ്മൾ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ കണ്ടതാണ്. അതിനുശേഷവും പിന്നീട് ഇരുവരും തമ്മിൽ അത്ര സുഖത്തിലായിരുന്നില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനാൽ തന്നെ വീട് വരേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് കെ സുധാകരൻ എത്തുകയായിരുന്നു. ആ നിലപാട് കൃത്യമായി ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കെ സുധാകരൻ പക്ഷേ ഒരു സമവായ ഫോർമുല കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൃത്യമായി രമേശ് ചെന്നിത്തലയെയും അതോടൊപ്പം തന്നെ വി ഡി സതീശനെയും സെറ്റിൽ ചെയ്തുകൊണ്ടുള്ള ഒരു ഫോർമുലയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് പക്ഷേ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് വി ഡി ക്യാമ്പ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഹൈക്കമാൻഡിനോട് കൃത്യമായി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം കെ സുധാകരൻ ഉന്നയിച്ചതിന് തൊട്ട് പിന്നാലെ KPCC ആസ്ഥാനത്തിന്റെ തൊട്ട് മുന്നിലായി വലിയൊരു ഫ്ലെക്സ് വന്നു. അതിൽ കെ സുധാകരനും KC വേണുഗോപാലും കെട്ടിപ്പിടിച്ചിരിക്കുന്ന വലിയൊരു ചിത്രം, അതിന് തൊട്ട് താഴെ KC വേണുഗോപാലിന്റെ വലിയൊരു ചിത്രം. അങ്ങനെയാണ് KS ബ്രിഗേഡാണ് അവിടേക്ക് എത്തി ആ ഫ്ലെക്സ് അവിടെ സ്ഥാപിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കെ സുധാകരൻ നൽകിയ ആ സന്ദേശം അത് ഗുണകരമായി ആണോ വന്നിട്ടുള്ളത് എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയൂ. കാരണം പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കെ സുധാകരന്റെ പരസ്യ പിന്തുണയാണ് എന്നുള്ളതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കണ്ണൂരിലെങ്കിലും സുധാകരനും കൂടി ഒപ്പമുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഈ പറയുന്ന ഒരു സുധാകരൻ ഒരു പ്രസ്താവന നടത്തുന്നു. ആ പ്രസ്താവന നടത്തുമ്പോൾ പരസ്യമായ ഒരു പ്രസ്താവനയാണ് നടത്തുന്നത്, പിന്തുണ അർപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും മറുഭാഗവും പ്രകോപിതരായി എന്നുള്ളതാണ് ഇന്നത്തെ ഈ പ്രകടനങ്ങളിൽ നിന്നും മറ്റുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ KC-ക്ക് വേണ്ടി പ്രകടനം നടക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അത്തരത്തിലുള്ള ആലോചനകളും നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി തൽക്കാലം എന്തായാലും ഫ്ലെക്സ് യുദ്ധങ്ങളും സോഷ്യൽ മീഡിയ യുദ്ധങ്ങളും ചില നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളും മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഇനി അതും കടന്നു പോകുമോ എന്നറിയില്ല. എല്ലാവരും ഏറ്റവും ശ്രദ്ധയോടുകൂടി നമ്മൾ കാണേണ്ട കാര്യമെന്ന് പറയുന്നത് ഇതുവരെയും സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല. അതിനു മുൻപാണ് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസങ്ങൾക്കുള്ളിലാണ് തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഇത്രയും കാലമാണെങ്കിൽ ആദ്യം സോഷ്യൽ മീഡിയയിലെ പോരാട്ടങ്ങൾ കണ്ടു, അത് കഴിഞ്ഞ് ഫ്ലെക്സ് യുദ്ധങ്ങളൊക്കെ കണ്ടു, അത് കഴിഞ്ഞ് ദാ ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ്. ആരാണ് മുഖ്യമന്ത്രി എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. 1-2 ദിവസത്തിനകം മാത്രമേ തീരുമാനവും വരികയുള്ളൂ. അതിനു മുൻപാണ് ഈ അണികൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഇനി ആർക്കൊക്കെ വേണ്ടി എന്നുള്ളത് കൂടി ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ചർച്ചകളും നീക്കങ്ങളും ഒക്കെ നടക്കുന്നു എന്നുകൂടിയാണ് അമൽ തേനമ്പറമ്പിൽ പറഞ്ഞത്. മറ്റു വിവരങ്ങൾ അരുൺ ശങ്കറും TS ഹരികൃഷ്ണയുമായിരുന്നു നൽകിയത്.